ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്? ഏകദേശം 1 വർഷം ആവാറായി. എന്ത് പെട്ടെന്നാ ഓരോ മാസങ്ങളൊക്കെ കടന്നു പോയത്. ഞാനിപ്പം ഇന്ന് മെയ് 9 റിസൾട്ട് വരുക 10-ൻ്റെ. വല്ലതും അറിയാവോ? എനിക്കാണെങ്കിൽ പേടിച്ചിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു, പേടിക്കണ്ട, 10 അല്ലേ, 10 പക്ഷെ റിസൾട്ട് അതാണ് മെയിൻ. എന്നാലും ഞാൻ പറയും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, 10-നൊരു കാര്യമൊന്നുമില്ല, പേടിക്കണ്ട. ദൈവം എല്ലാത്തിനും കൂടെ ഉണ്ട്. സെറ്റ്. ഇപ്പം സമയം 2 മണിയാകുന്നു. ഇനി എന്താ 3 മണിക്കെങ്ങാണ്ടല്ലേ റിസൾട്ടിൻ്റെ ഓരോ പറയുന്നത്. പ്രാർത്ഥിക്കാം, എല്ലാത്തിനും വേറൊന്നുമില്ല. പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇനി കരച്ചില്ല. അയ്യോ, എന്തുവാ, ഒരു മെയിനായിട്ടുള്ള കാര്യമല്ലേ വരാൻ പോകുന്നത്. അയ്യോ, ഇനി ഫുള്ളും ആൾക്കാരുടെ വിളിയും ചോദ്യമായിരിക്കും. 10-ൽ എത്ര പിള്ളേർ പ്ലസ് ഉണ്ട്? അയ്യോ, ആലോചിക്കുമ്പോൾ പേടിയാവുക. എന്തായാലും ടെൻഷൻ ഇന്നുകൊണ്ട് തീരുമല്ലോ, അതുകൊണ്ട് ആശ്വാസമുണ്ട്. ഇനിയും റിസൾട്ട് വരുമ്പോൾ ഞാൻ ബാക്കി പറയാം. ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കി ഒരു 3 മണിയാകുമ്പോൾ ഞാൻ അടുത്തത് പറയും, അതായിരിക്കും നല്ലത്. ഗൈസ്, അങ്ങനെ വേണ്ടേ ഓരോന്നും പറയാൻ തുടങ്ങി ടിവിയിൽ. എനിക്ക് വേണ്ട ഫലപ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. അയ്യോ, പറയണേ, അങ്ങനെ ജയിച്ചാ മതിയായിരുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ, പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾ പേടിക്കണ്ട, ജയിക്കും, ഉറപ്പാ ജയിക്കും. പറയുന്നുണ്ടോ? ഞാനെന്റെ എല്ലായിടത്തും വെച്ചേക്കുക. വേണ്ട, എന്റെ അങ്ങോട്ട് നോക്കണ്ട അമ്മ. ഇതൊക്കെ എന്ത്, വെറും 10, ഇത്രേ ഉള്ളു. 10 ജയിക്കുന്നുള്ള ആത്മവിശ്വാസം മതി. ഇത്ര നേരം അതല്ലായിരുന്നു ഗായ്സ്. അയ്യോ, ഞാൻ എന്താ പറയണ്ടേ? എനിക്കെന്താ പറയണ്ടെന്നൊന്നും അറിയില്ല. നീ എന്തായാലും പറയടേ. ഞാൻ എന്ത് പറയണ്ടേ? അനുവിന് ട്രീറ്റ് ഒക്കെ ഉണ്ട്. റിസൾട്ട് അറിഞ്ഞിട്ട് വേണം അനുവിന്. വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതെ, അതുകൊണ്ട് ഇൻസ്റ്റയിൽ പോയി ഫോളോ ചെയ്യും. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അനു ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യണം. ശിവൻകുട്ടി കുറെ നേരമായി. ബഹുമാനം, ശിവൻകുട്ടി സാർ. ഓ, ശിവൻകുട്ടി സാർ. എന്തിനാണ് പേടിക്കുന്നത്? ഇത് കണ്ടോ, ഇവിടെ ആൻസൈറ്റി ആണ്. അനു കാല് വരെ ഇതാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഞാനൊന്നും റിലാക്സ് ആക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ ടെൻഷൻ എടുത്തിട്ടൊന്നുമല്ല കേട്ടോ. ടെൻഷൻ ഒന്നും ഒട്ടുമില്ല. ഞാൻ ഫലം പ്രഖ്യാപിക്കുന്നത്. അമ്മ വേണ്ട. തൊണ്ണൂറ്റൊമ്പത്, പിന്നെ 6-9% ജയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓ, 99.5% 5%-ൽ അനു ഉണ്ടോ? 5%-ൽ അനു ഉണ്ടോ? ഒന്നും അറിയാൻ പാടില്ല. എന്തോ 61%. A+ എങ്ങാണ്ട് ഉണ്ട്. പേടിക്കണ്ട, A+ കാണും.
അനു തന്നെ എല്ലാം പറയുന്നത്. അനുവിന് പേടിയുമാണ്, അനുവിന് ആത്മവിശ്വാസവും ഉണ്ട്. ആ 4 മണിക്കാട്ടോ ഗൈസ്, 4 മണിക്കാ വെബ്സൈറ്റിലൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഫലം 4 മണി മുതൽ വെബ്സൈറ്റിൽ. അവർ നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഗായ്സ്. 3 മണിക്ക് നമ്മളിതാ ഓക്കേ. റിസൾട്ട് എങ്ങനെ അനൗൺസ് ചെയ്യുന്നതേ പറഞ്ഞിട്ടുള്ളൂ. കണ്ണൂർ കണ്ണൂർ ഗായ്സ്, കണ്ണൂർ കൺഗ്രാറ്റ്സ്. ആരൊക്കെയാണോ A+ അടിച്ചിരിക്കുന്നത് അവർക്കെല്ലാം എൻ്റെ വക ബാക്കി 5% നിറഞ്ഞ ആശംസകൾ. ബാക്കി 5%ന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കിട്ടാനുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ നല്ല ശതമാനം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്തേലും പറ, അല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കുന്നതേ ഉള്ളൂ. എനിക്കറിയത്തില്ല. നിങ്ങൾ പകുതി ന്യൂസ് കണ്ടു കഴിഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് പോയി ന്യൂസിൽ പോയി കാണേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾ ഈ ഫോണിലൂടെ കണ്ട് വേറെ എന്നാ വേണം. 4 മണിക്ക് നമ്മൾ സൈറ്റിൽ റിസൾട്ട് നോക്കും. A+ ആണെങ്കിൽ എൻ്റെ സ്നേഹം മാത്രം. എനിക്ക് ചില A+ ആണെങ്കിൽ ഫുൾ A+ ആണെങ്കിൽ എൻ്റെ സ്നേഹം വാരിക്കൂരിനാണ്. അല്ലെങ്കിൽ വാരിക്കൂരി തരാനല്ലേ പറ്റുള്ളൂ. എല്ലാവർക്കും വാരിക്കൂരി തരാം. അപ്പം 4 മണിക്കാണ് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 3:15 ആവുന്നു. 4 മണി വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ എന്റെ നെഞ്ച് തുടങ്ങി ഇടിക്കാൻ. അതായത് ഒരാള് പാട്ട്, ഞാനാണെ പൈകിളിക്കാത്തുള്ള പാട്ടിടും. ഞാൻ പാട്ട് എന്ത് ചെയ്യും? ഭയങ്കര ആത്മവിശ്വാസം. ഈ പാട്ട് എനിക്ക് ഞാൻ ഇടാൻ പോകുന്നത്. പൊന്നോ, എനിക്കൊന്ന് വയ്യേ, എനിക്ക് കരച്ചിലും വരുന്നു. എന്നാ ഞാൻ പോയി 4 മണിയാകുമ്പോ അടുത്തത് കൊണ്ട് വരാം. അയ്യോ, പിടിക്കണ ഓളിസ്. കണ്ടോ 4 മണി. 61,000 അങ്ങാണ്ട് പേർക്ക് ഫുൾ A+ ഉണ്ട്. അതിനുണ്ടോ? ഐ ഡോണ്ട് നോ. പല 4 മണിക്കൂർ മുതൽ 61,449 പേർക്ക് ഫുൾ A+. അതിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ഗൈസ്? ആരെങ്കിലും ഉണ്ടോ? കാണുന്നവരാരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഫുൾ A+ ഉണ്ടെങ്കിൽ കണ്ടു. 449 കുട്ടികൾക്ക് 450 ആയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നല്ലേ. ഇതേ റിസൾട്ട് വന്നില്ല, അപ്പൊ പറയാടേ. ഇപ്പം 4 മണി. 4 മണി. വെയിറ്റ്. അപ്പൊ ഗൈസ്, അനു റിസൾട്ട് നോക്കാൻ പോവാണ്. അയ്യോ അനു ടെൻഷൻ അടിക്കുന്ന എന്തിനാ? നമ്മളിത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ? 10ാം ക്ലാസ്സാ. ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാൻ പോവാ. ഇതിനൊക്കെ ടെൻഷൻ അടിക്കുന്ന ടെൻഷൻ അടിക്കാതെ അടിച്ചു പോ. അപ്പൊ നമ്മളെ കാത്തിരുന്ന നിമിഷം അടിക്ക്. ഞാൻ അടിക്കുവല്ലേ. 9 A+ ഒരിക്കേ.
അല്ല ഫുൾ A+ അല്ല 9. വീഡിയോ എടുക്കുന്ന നിർത്തുവാണേ. ഹേ ഗായ്സ്, ഇങ്ങനെ റിസൾട്ട് വന്നു. നിങ്ങളെ കണ്ടു കാണുമല്ലോ. 9 A+ ഒരു A ഉണ്ട് എനിക്ക്. മതി, ധാരാളം. പിന്നെ എക്ക് ചിലപ്പം റിവാലുവേഷൻ കൊടുക്കുമായിരിക്കും, ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്ന റിവാലുവേഷൻ ഒന്ന് കൊടുത്തു നോക്കാൻ. അപ്പം ചിലപ്പം കൊടുക്കും, ചിലപ്പം കൊടുക്കത്തില്ല. അങ്ങനെയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അയ്യോ, സന്തോഷമായി. ആ ടെൻഷൻ അങ്ങ് പോയി കിട്ടുമ്പോൾ എന്ത് സുഖമായി ഉമ്മി. അങ്ങനെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ റിസൾട്ട് എത്രയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഉറക്കം വരുന്നു എനിക്ക്. അപ്പം നിങ്ങളുടെ റിസൾട്ട് എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നല്ല നല്ല വീഡിയോ വരുന്നതിനും ബൈ ബൈ.